നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ആളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തിരുവേഗപ്പുറ സ്വദേശി ശിവദാസനെയാണ് കാണാതായത്. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. തൂതപ്പുഴയിലെ തിരുവേഗപ്പുറയിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തിരുവേഗപ്പുറ തോട്ടത്തിൽ ശിവദാസനെയാണ് കാണാതായത്. 40 വയസ്സാണ്. കൊപ്പം പോലീസും പട്ടാമ്പിയിൽ നിന്നുള്ള അഗ്നിശമന സേനയും സ്ഥലത്തെത്തി പുഴയിൽ തിരച്ചിൽ തുടങ്ങി. ഇന്ന് രാവിലെ 10:30 ഇയാൾ കുളിക്കാൻ പോയത്. തുടർന്ന് കാണാതായപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് പുഴക്കടവിൽ വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെത്തിയത്. തുടർന്നാണ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതാകാമെന്ന നിഗമനത്തിലെത്തിയത്. തൂതപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. സംഭവം പറഞ്ഞ് നിരവധി പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. സ്കൂട്ടറിൽ വിൽപ്പന നടത്തുകയായിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പട്ടാമ്പിയിൽ ഒരാൾ പിടിയിൽ. പെരുമുടിയൂർ സ്വദേശി ഷാജുവിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പട്ടാമ്പി കൊടുമുണ്ടയിൽ റോഡരികിൽ സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയ ആളെയാണ് പട്ടാമ്പി എക്സൈസ് സംഘം പിടികൂടിയത്. വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്ന വിദേശ മദ്യവും പിടികൂടി. പെരുമുടിയൂർ സ്വദേശി ഷാജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. 4 ലിറ്റർ മദ്യവും സ്കൂട്ടറും 680 രൂപയും ഇയാളുടെ പക്കൽ നിന്നും എക്സൈസ് കണ്ടെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ AR രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. എക്സൈസ് ഓഫീസർമാരായ നന്ദു, അനൂപ് രാജ്, സാം ജോസ്, ഉണ്ണി എന്നിവരും പരിശോധന സംഘത്തിലുണ്ടായിരുന്നു. തുടർന്ന് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കനത്ത മഴയിൽ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലെ മരം റോഡിലേക്ക് കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. പാർക്കിനകത്തെ പടിഞ്ഞാറു വശത്തെ ശുചിമുറി കെട്ടിടങ്ങളോട് ചേർന്ന ഭാഗത്തെ മരമാണ് കടപുഴകി വീണത്. കനത്ത മഴയിൽ കടപുഴകിയ മരം മുൻവശത്തെ റോഡിന് കുറുകെയാണ് വീണത്. അപകട സമയത്ത് സമീപത്തായി കച്ചവടക്കാരോ സന്ദർശകരോ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മരം വീണ് പാർക്കിന്റെ ചുറ്റുമതിലിനും തകർച്ച സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റി. പാർക്കിനകത്തെ അപകട സാധ്യത ഉയർത്തുന്ന മറ്റു മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. AIYF-ന്റെ നേതൃത്വത്തിൽ വല്ലപ്പുഴയിൽ സമരസംഗമം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയെ സംരക്ഷിക്കാം, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് AIYF-ന്റെ നേതൃത്വത്തിൽ വല്ലപ്പുഴയിൽ യുവ സംഗമം സംഘടിപ്പിച്ചത്. വല്ലപ്പുഴ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന സംഗമം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മതങ്ങളുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മറ്റു പലതിന്റെ പേരിലും ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ബ്രിട്ടീഷ് സാമ്രാജ്യം വലിയ രീതിയിൽ അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടി സാമ്പത്തികമായും മറ്റു തലത്തിലും ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയാവുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള 2 മുന്നേറ്റങ്ങൾ വന്നത്. 1925 നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഘപരിവാര രാഷ്ട്രീയം, അതൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ബ്രിട്ടീഷുകാരല്ലെന്നും ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ഇവിടെ തന്നെയുള്ള മറ്റു മതക്കാരാണെന്നും പറഞ്ഞു പഠിപ്പിക്കുന്നതിനുള്ള ആശയപരമായ പ്രവർത്തനം അന്ന് തുടങ്ങി. ഗോൾവാൾക്കർ അടക്കമുള്ള നിരവധി, ഹെഡ്ഗേവാർ അടക്കമുള്ള നിരവധി ആളുകൾ അതിന്റെ വക്താക്കളാണ്. സവർക്കർ അതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് അത് 2 ആണെന്നും ഷബീർ അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് ഷാഫി, MN കരുണാകരൻ, KC അബ്ദുറഹ്മാൻ, സിന്ധു പാറക്കൽ, അഹമ്മദ് കബീർ, സിക്കന്ദർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഒന്നാം വാർഷികാഘോഷം മാതൃകയാക്കി കൂറ്റനാട് സഹായി ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വട്ടേനാട് GLP സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ജനമൈത്രി ചാലിശ്ശേരി പോലീസ് ഓഫീസർ രഞ്ജിത്ത് റോഡ് നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയറിലേക്ക് വീൽചെയർ കൈമാറി. തുടർന്ന് വിവിധ സഹായ വിതരണങ്ങൾ നടന്നു. സഹായി കൂട്ടായ്മ പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി. പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ഹംസ, അരവിന്ദൻ, കൂട്ടായ്മ പ്രവർത്തകരായ മുജീബ്, ജയപ്രകാശ്, അജീഷ്, വിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ ടി അരവിന്ദൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് പോലീസ് സേന, ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അംഗങ്ങൾ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി SPC അംഗങ്ങൾ, അങ്കണവാടി വിദ്യാർത്ഥികൾ എന്നിവർ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. സ്റ്റേഷൻ പരിസരത്ത് അലങ്കാരവും ശുചീകരണ പ്രവർത്തനങ്ങൾ, മധുര വിതരണം എന്നിവ നടത്തി. പോലീസ് സബ് ഇൻസ്പെക്ടർ ടി അരവിന്ദന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടന്നത്. പോലീസ് സേനാംഗങ്ങൾ, അങ്കണവാടി അധ്യാപകർ, ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോതച്ചിറ GLP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രധാനാധ്യാപിക സീനത്ത് പതാക ഉയർത്തി. വാർഡ് മെമ്പർമാരായ അനൂപ്, ദേവയാനി, അധ്യാപകരായ ശാലിനി, രമ്യ, ലിജി, ക്ലബ് അംഗങ്ങളായ വേണുഗോപാലൻ അരീക്കര, TK ധർമ്മരാജൻ, KU ജമാൽ, AC ശശികുമാർ, CC സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ക്ലബ്ബുകൾ, നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. 2024-25 വർഷത്തെ LSS ജേതാവ് സിയ ഫാത്തിമയെ യാസ്ക് ക്ലബ് ട്രോഫി നൽകി ആദരിച്ചു. പൂവും പൂമ്പാറ്റയും ക്ലബ്ബ് വിവിധ മത്സരങ്ങളിൽ വിജയം നേടിയ കുട്ടികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പായസ വിതരണവും ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ DYFIയുടെ പ്രതിഷേധം. സ്വാതന്ത്ര്യദിനത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമരസംഗമം സംഘടിപ്പിച്ചു. പട്ടാമ്പിയിൽ നടന്ന സംഗമം അഡ്വക്കേറ്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ യുവജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ താക്കീതുമായാണ് DYFIയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി സമരസംഗമം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിലായിരുന്നു സമരസംഗമം സംഘടിപ്പിച്ചത്. മഴയിലും ആവേശം ചോരാതെ നിരവധി പ്രവർത്തകർ പ്രകടനത്തോടു കൂടിയാണ് സമരസംഗമത്തിലേക്ക് എത്തിയത്. പെരിന്തമണ്ണ ബൈപ്പാസ് റോഡിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. പ്രക്ഷോഭത്തിന്റെ തീക്കാറ്റിന് വടക്കാരികമാക്കി ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതുവരെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശ്വരവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദനത്തിന്റെ പരാഗരം സ്നേഹപ്പച്ചെണ്ടുകൾ അർപ്പിക്കുക. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ സാമ്പ്രദായത്തിന്റെ ആദിത്യമായ പൗരന്റെ വോട്ടവകാശത്തെ മൂന്നാം പ്രദേശങ്ങളെപ്പോലെ പ്രതിരട്ട് കള്ളപ്പിച്ചപിടത്തിലൂടെ കള്ളവോട്ടുകൾ ചെയ്ത് ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യ തുടർന്ന് മേലെപ്പട്ടാമ്പിൽ നടന്ന സമരസംഗമം CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പല ആളുകളെയും അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും കൊണ്ടുപോയി അവിടെ പരിശീലനം നടത്തുന്നു. എന്താണ് പരിശീലനം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എങ്ങനെ പ്രസംഗിക്കണം, EMSനെതിരെ എങ്ങനെ പ്രസംഗിക്കണം, EMSനെ EMUഷി ഇയല് പോലെ പറപ്പിക്കും. EMSനെ EMUഷി ഇയല് പോലെ പറപ്പിക്കും. അന്നത്തെ ഒരു മുദ്രാവാക്യം അതായിരുന്നു, ചാക്കൻ പൂട്ടാൻ പോകട്ടെ, ചാക്കൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ. വിമോചന സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. ഇന്ന് ഈ വിമോചന സമരം ഓർക്കാൻ കാരണം എന്താണ്? 57-ലെ EMSന്റെ ഗവൺമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ എത്ര പേർക്ക് വിദ്യാഭ്യാസ അവകാശമുണ്ട്? RSS പറയുന്നത് ഭാരതീയ സംസ്കാരം ഇങ്ങോട്ട് വരണമെന്നാണ്. BJP പറയുന്നത് ഭാരതീയ സംസ്കാരം ഇങ്ങോട്ടേക്ക് എഴുന്നള്ളണം. ഗവർണർ ആറിലേക്കർ ഒരു കാവിൽ കൊടി പിടിച്ച ഒരു സ്ത്രീയുടെ ചിത്രവുമായിട്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്താൻ വന്നപ്പോൾ കാവി തലപ്പാവ് വെച്ചിട്ടാണ്, കാവി അണിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി എവിടേക്ക് വരുന്നത്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് PR രജീഷ് അധ്യക്ഷനായിരുന്നു. യുവതാര പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ഭാനുപ്രകാശ് എഴുതിയ സഖാവ് പുഷ്പൻ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനവും ചടങ്ങിൽ നടന്നു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ് അഡ്വക്കേറ്റ് K അനിൽകുമാറിന് നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം നിർവഹിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, AN നീരജ്, M ശങ്കരൻകുട്ടി, VT രാഹുൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി DYFI തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ സമരസംഗമം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. KA പ്രയാൺ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VK ചന്ദ്രൻ,
PN മോഹനൻ, ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി TP ഷെഫീഖ് സ്വാഗതവും ട്രഷറർ KP അഭിലാഷ് നന്ദിയും പറഞ്ഞു. വോട്ട് കൊള്ളയിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടവും അവർക്ക് കുടപിടിക്കുന്ന ഇലക്ഷൻ കമ്മീഷനും രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും നാടിനെയും തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ പറഞ്ഞു. SDPI തൃത്താല മണ്ഡലം കമ്മിറ്റി ആലൂർ സെന്ററിൽ നടത്തിയ ആസാദി സ്ക്വയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി താഹിർ കൂനമൂച്ചി, വൈസ് പ്രസിഡന്റ് അഷ്റഫ് പള്ളത്ത്, ഓർഗനൈസ് സെക്രട്ടറി VV ഉമർ, മണ്ഡലം സെക്രട്ടറി മൻസൂർ കപൂർ, മണ്ഡലം ട്രഷറർ മുസ്തഫ ആലൂർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CP ഷൗക്കത്ത്, ആലൂർ ബ്രാഞ്ച് സെക്രട്ടറി ഷെഫീഖ് ആലൂർ എന്നിവർ സംസാരിച്ചു. പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് നമ്മൾ കടന്നു. പക്ഷേ ഇന്ത്യ രാജ്യത്തെ മൂകകോടികൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഈ രാജ്യത്തിലെ മൂകകോടികൾ ഇന്ത്യ രാജ്യത്തെ സവർണ മേധാവിത്വത്തിന് മുന്നിൽ രാജ്യത്ത് ഞെരിഞ്ഞമരുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ഡെമോക്രസിയോടൊപ്പം ഇന്ത്യയിൽ തുല്യതയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി അതിന് ഉൾച്ചേർന്നൊരു ഭരണഘടന സംവിധാനമായി സാമൂഹ്യ ജനാധിപത്യത്തിലേക്ക് രാജ്യം മാറിയില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ വർഗീയ ന്യൂനപക്ഷം, ഇന്ത്യയിലെ കമ്മ്യൂണൽ മെജോറിറ്റി എന്ന പേരിൽ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്ന് ഈ പൊളിറ്റിക്കൽ ഡെമോക്രസിയെ തട്ടിത്തകർക്കുന്ന ഒരു ഘട്ടം വരും. അന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയും ഈ രാജ്യവും തകരാൻ സാധ്യതയുണ്ട്. തട്ടത്താഴത്ത് കുടുംബ കൂട്ടായ്മയുടെ മൂന്നാമത് സംഗമം ഞായറാഴ്ച വാവന്നൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3 നൂറ്റാണ്ട് മുമ്പ് പട്ടിത്തറ പഞ്ചായത്തിലെ ആലത്തൂരിൽ തട്ടത്താഴത്ത് കളമെന്ന പുരാതന വീട്ടിൽ നിന്നാണ് ഈ തറവാടിന്റെ ആരംഭം കുറിച്ചത്. ഈ തറവാട്ട് നാമത്തിലുള്ള നിരവധി കുടുംബങ്ങൾ തൃത്താല നിയോജക മണ്ഡലത്തിലെ ആലൂർ, കോടനാട്, കൂറ്റനാട്, ഞാങ്ങാട്ടരി, കരിമ്പ, പെരുമണ്ണൂർ, പട്ടിശ്ശേരി തുടങ്ങിയ 5 പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. കാലപ്പഴക്കത്താൽ പരസ്പരം തിരിച്ചറിയാനാവാത്ത വിധം വേർപെട്ടുപോയ കുടുംബാംഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ 2018 രൂപീകരിച്ചതാണ് തട്ടത്താഴത്ത് കുടുംബ കൂട്ടായ്മ. ഞായറാഴ്ച വാവന്നൂരിലുള്ള ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ കോടനാട് തട്ടത്താഴത്ത് ആലു സാഹിബ് നഗറിൽ നടക്കുന്ന തട്ടത്താഴത്ത് കുടുംബങ്ങളുടെ മൂന്നാം സംഗമത്തിൽ 1500-നടുത്തുള്ള കുടുംബാംഗങ്ങൾ പങ്കെടുക്കും. ആലൂര്, ഞാങ്ങാട്ടിരി, കോടനാട്, കൂറ്റനാട്, കരിമ്പ തുടങ്ങി നമ്മുടെ തൃത്താല നിയോജകമണ്ഡലത്തിന്റെ പല ഭാഗത്തുമായി വിഭജിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടമാണ് തട്ടത്താഴത്ത് എന്ന തറവാട്. ആ തറവാടിനെ എല്ലാവരെയും ഒരു കുടക്കീഴിലെത്തിച്ച് അവരെ പരസ്പരം അറിഞ്ഞ്, പരസ്പരം സഹകരിച്ച് അവിടെ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മറ്റു വിഷമഘട്ടങ്ങളെല്ലാം തന്നെ ഈ എല്ലാം ഒരു കൂട്ടായ്മയുടെ കീഴിലാക്കി തട്ടത്താഴത്ത് കുടുംബം എന്ന ഒരു വലിയ കാഴ്ചപ്പാടിൻ്റെ മൂന്നാമത്തെ അധ്യായമാണ് ഇപ്പോൾ നമ്മുടെ വാവന്നൂര് ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ നടക്കാൻ പോകുന്നത്. സംഗമത്തിന്റെ ഭാഗമായി SSLC മുതൽ PG ബിരുദം ആർജിച്ചവരും മതവിദ്യാഭ്യാസ രംഗത്ത് വിജയം നേടിയവരുമായ കുട്ടികളെ അനുമോദിക്കുക തുടങ്ങി ക്വിസ് പ്രോഗ്രാം, കായിക മത്സരങ്ങൾ എന്നീ പരിപാടികളും നടക്കും. അക്കാദമിക് രംഗത്തും കായിക രംഗത്തും കലാസാംസ്കാരിക രംഗത്തും എല്ലാം തന്നെ തട്ടത്താഴത്തിന്റെ മുദ്ര പതിപ്പിച്ച ഒട്ടനവധി ആളുകളുണ്ട്. അവരെ ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് ഗാമിയോയുടെ തട്ടത്താഴത്ത് എന്ന ആ വേദിയിൽ വെച്ച് നമ്മൾ അവരെ എല്ലാവരെയും അനുമോദിക്കുന്നുണ്ട്. കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹുസൈൻ തട്ടത്താഴത്ത്, TT മുഹമ്മദ് കരിമ്പ, TH മുനീർ, TT ഷെരീഫ്, റാഫി ആലൂർ എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 79ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ 9-ന് പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ, പ്രധാനാധ്യാപിക P ചിത്ര തുടങ്ങിയവർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, അധ്യാപകൻ ബിജേഷ്, ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സീനിയർ CPO ധനേഷ് തുടങ്ങിയവർ സന്ദേശം നൽകി. തുടർന്ന് NSS, SPC, ലിറ്റിൽ കൈറ്റ്സ്, JRC അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രസംഗം, നൃത്തശില്പം തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു. മധുര വിതരണവുമുണ്ടായി. ചാലിശ്ശേരി SC-UP സ്കൂളിൽ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രാവിലെ പ്രധാനാധ്യാപകൻ K മുഹമ്മദ് സൽമാൻ ദേശീയ പതാക ഉയർത്തി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികൾക്ക് ദേശഭക്തി ഗാനം, പ്രച്ഛന്നവേഷം,
പ്രസംഗം, അമ്മമാർക്കായി ക്വിസ് തുടങ്ങിയ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സര വിജയികൾക്ക് അധ്യാപിക VK മിനി സർട്ടിഫിക്കറ്റുകൾ നൽകി. പായസ വിതരണവുമുണ്ടായി. പരിപാടികൾക്ക് MPTA പ്രസിഡന്റ് VV റൈഹാനത്ത് അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് P റജുല, വിൽസി റോഷൻ, ഷൈല നിഷാദ്, K രാജേശ്വരി, K സരിത, KK സുജ, OS പ്രഭിത, C ജിനി ജോയ്, ഹന്ന P കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.